ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. എന്താണ് അൺബോക്സ് ചെയ്യുന്നതെന്നല്ലേ? വെയിറ്റ്. ഇതാണ് അൺബോക്സ് ചെയ്യുന്ന സാധനം. ഇതിന്റെ വെയിറ്റ് കൊണ്ട് എനിക്ക് പൊക്കാൻ പോലും പറ്റുന്നില്ല. ഇത് പ്രീതി സോഡിയാക്കിന്റെ പുതിയ മിക്സർ ഗ്രൈൻഡർ ആണ്. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാമെന്ന്. ഓക്കെ, നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഒരു നല്ല രീതിയിലുള്ള കുറെ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു പ്രീതി സോഡിയാക്കിന്റെ മിക്സർ ഗ്രൈൻഡർ വാങ്ങിക്കണമെന്ന്. ഇതിനകത്ത് നിറയെ സാധനങ്ങളാണ്. ഓരോന്നായിട്ട് നമുക്കിനി ഇതിനകത്ത് നിന്ന് പുറത്തെടുക്കാം. കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇതിനകത്തുനിന്ന്, ഈ ബോക്സിനകത്തുനിന്ന് നമുക്കൊന്ന് പുറത്തെടുത്തിട്ട് കാണിക്കാമല്ല. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് സോഡിയാക്കിന്റെ മെയിൻ മോട്ടർ എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ മോട്ടറാണ് ഇത്. ഓക്കെ, കാണാനൊക്കെ അത്യാവശ്യം നല്ല ലുക്കാണ്, കളറും ഒക്കെയാണ്. നമ്മുടെ അടുക്കളയ്ക്ക് ഒരു ഭംഗിയൊക്കെ കൂട്ടാം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് പെട്ടെന്നൊന്നും നമ്മുടെ കുട്ടികളുടെ കൈയൊന്നും തട്ടി നമുക്ക് മറിഞ്ഞു പോകത്തില്ല. പക്ഷെ അത്യാവശ്യം നല്ല ശക്തിയായിട്ട് അടിച്ചാലും ഇരിക്കുന്ന രീതിയിൽ ആണ്. ഇതിന്റെ അടിവശത്ത് സാധാരണ എല്ലാ മിക്സിക്കും ഉണ്ട്, എങ്കിലും കുറച്ചുകൂടി സ്റ്റിക്കി ആയിട്ടുള്ള റബ്ബറാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഇവര്. ഇനി ഇതിന് മെയിൻ ആയിട്ട് വരുന്ന 3 ജാറാണ്. നോർമൽ 3 ജാറാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്നത്. അതിന് പറ്റിയ ലിഡും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കറക്റ്റായിട്ട് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും വലിയ ജാറും, അതായത് നോർമൽ മിക്സിക്കുള്ള 3 ജാറ് ഉണ്ട്. എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഒരു ജ്യൂസർ വരുന്നുണ്ട്. ഇത് ജ്യൂസറാണിത്. എക്സ്ട്രാ ആയിട്ട് ഇത് ഫ്രൂട്ട്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യാനുള്ളതാണ്. ഒരു ജ്യൂസർ വരുന്നുണ്ട്. അതൊരു ഗ്ലാസ് ജാറിലാണ് ജ്യൂസർ വന്നിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും വാങ്ങിക്കാൻ ഉള്ള ഏറ്റവും മെയിൻ കാരണം ഇതാണ്, ഈ ജാറാണ്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് അട്രാക്ട് ചെയ്യുന്നത്, സോഡിയാക്കിനെ അട്രാക്ട് ചെയ്യിക്കുന്ന ജാറുകളിലൊന്ന്. നമ്മുടെ ഇത് ആട്ട കുഴയ്ക്കാനും ക്യാരറ്റ് അരിയാനും ചോപ്പ് ചെയ്യാനും ഗ്രേറ്റ് ചെയ്യാനും ഒക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഉള്ള ഒരു ജാറാണിത്. പിന്നെ ഇതിനകത്ത് വരുന്ന കുറച്ച് സാധനങ്ങൾ ഇത് എക്സ്ട്രാ വരുന്നതാണ്. ഇത് ഈ ജാറിൽ അറ്റാച്ച് ചെയ്യുന്നതാണ്. ഇത് ഓറഞ്ച് ഒക്കെ പിഴിയാൻ വേണ്ടി, സിട്രസിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, ജ്യൂസ് നമുക്ക് ഡയറക്റ്റ് ജ്യൂസ് എടുക്കാനുള്ളതാണ്. ജ്യൂസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. സോഡിയാക്കിന്റെ മെയിൻ 2 ജാറുകളാണ്. ഒന്ന് ജ്യൂസർ ജാറും ഒന്ന് നമ്മുടെ ഈ മെയിൻ ആയിട്ടുള്ള ഈ ജാറും. നമുക്ക് ഇതിന്റെ രണ്ടിന്റെ കുറെ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ എങ്ങനെയൊക്കെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ജ്യൂസർ എടുത്തേക്കാം. ജ്യൂസർ ജാർ എടുക്കുമ്പോഴത്തേക്ക് അതില് ഒരു ഇൻസേർട്ടർ വരുന്നുണ്ട്. ഇത് ഫ്രൂട്ട്സ് ഒക്കെ എനിക്ക് ഇൻസേർട്ട് ചെയ്യാനാണ്. ഇത് ഓപ്പൺ ആക്കി നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഭാഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇതില് ഫ്രൂട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് മൂടി വെക്കുന്നതാണെന്ന് തോന്നുന്നു. അതിനുശേഷം ജ്യൂസ് അരിച്ച് വരുന്നത് ഇതിലെ ഈ ലിഡ്, ഇത് നമുക്ക് ഓപ്പൺ ആക്കാവുന്നതാണ്. ഓപ്പൺ ആക്കാവുന്ന ഒരു റബ്ബറാണ്. അത് നമുക്ക് ഓപ്പൺ ആക്കാം. എന്നിട്ട് ജ്യൂസ് നമുക്ക് ഇതുവഴി വരുന്നതായിരുന്നു. നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ജ്യൂസ് സൂക്ഷിച്ചും വേണമെങ്കിൽ വെക്കാം. അങ്ങനെ സൂക്ഷിച്ച് വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനാണ് ഒരു ജാറിന്റെ പോലത്തെ, നമ്മുടെ ജാറല്ല ജഗ്ഗിന്റെ പോലത്തെ ഒരു അടപ്പും വരുന്നുണ്ട്. ഇതിന്റെ ഉപയോഗം കഴിഞ്ഞ് ഇതിനകത്ത് ജ്യൂസ് വെച്ച് നമുക്കൊരു ജഗ്ഗ് പോലെ യൂസ് ചെയ്യാം. അതാണ് ഇത് വരുന്നത്. ജ്യൂസൊക്കെ നമുക്ക് എടുക്കാനാണ്. അപ്പൊ ജ്യൂസറിന്റെ ഉപയോഗം കഴിഞ്ഞു. ഇത് നോർമലായിട്ട് മിക്സിയിൽ
എന്തെങ്കിലുമൊക്കെ ഇളക്കാനുള്ളതാണ്. ഇനി നമ്മുടെ മെയിൻ ജാറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ വരുന്നതാണ്, ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഇത് മെയിനായിട്ടും 4 ബ്ലേഡാണ് ഇതിൻ്റെ കൂടെ നമുക്ക് തരുന്നത്. ഇത് നമുക്ക് ആട്ടയ്ക്കൊക്കെ വേണ്ടി, ആട്ട കുഴയ്ക്കാനൊക്കെയാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബ്ലേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആട്ട കുഴയ്ക്കാൻ നേരം ഈ ബ്ലേഡ് ഇട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ നോർമൽ സ്റ്റീലിൻ്റെ ആണ്, സ്റ്റീലിൻ്റെ ഒരു ബ്ലേഡാണ്. ഇത് നമുക്ക് പച്ചക്കറിയൊക്കെ ചോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഇൻസേർട്ട് ചെയ്ത് ചോപ്പ്, അതിനുശേഷം ഇത് മൂടിയോണ്ട് ജസ്റ്റ് പച്ചക്കറി ഇട്ടിട്ട് ചെയ്താൽ മതി. ഇനി പിന്നെ വരുന്നത് 2 എക്സ്ട്രാ ബ്ലേഡുകൾ എന്ന് പറയുന്നത്, ഇതൊന്ന് ഗ്രേറ്റ് ചെയ്യാനാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാകും, ഗ്രേറ്ററിൻ്റെ പോലത്തെ ബ്ലേഡാണിത്. ഇതൊന്ന് സ്ലൈസ് ചെയ്യാനാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഏത്തക്കയും ചെറിയ ചെറിയ ഉപ്പേരി വറുക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്ലൈസ് ചെയ്യാം. പിന്നെ സലാഡിനൊക്കെ സ്ലൈസ് ചെയ്തെടുക്കാൻ എളുപ്പമാണിത്. ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ ബ്ലേഡ് ഇൻസേർട്ട് ചെയ്യുന്നതിനാണ് ഈ ബ്ലാക്ക് കളറിലെ ഇത് വരുന്നത്. നമ്മൾ സ്ലൈസ് ചെയ്യാനോ നമുക്ക് ഗ്രേറ്റ് ചെയ്യാനോ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബ്ലേഡ് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇതിൽ ഇൻസേർട്ട് ചെയ്യണം. ഇത് ഒരു നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇത് എളുപ്പം തന്നെ അറ്റാച്ച് ചെയ്ത് ഒരു ടക്ക് സൗണ്ട് കേൾക്കും നമുക്ക്. അതിട്ട് ശേഷം നമുക്ക് ഇങ്ങനെ വെച്ചാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്താണ് വെക്കുന്നത്, അത് എന്താണ് പച്ചക്കറി അത് ഇതിലോട്ട് ഇടുക, ഇത് കൊണ്ട് മൂടി വെക്കുക, ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ്. എക്സ്ട്രാ ഇതിൻ്റെ കൂടെ നമുക്കൊരു മോട്ടർ ബ്ലേഡ് കൂടി വരുന്നുണ്ട്. നമ്മുടെ ജാറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോഴത്തേക്ക് ഉപയോഗിക്കാനായിരിക്കും. ഇതിൻ്റെ കറക്റ്റ് യൂസേജ് എനിക്കും അറിയില്ല. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് സോഡിയാക്കിൻ്റെ കൂടെ ലഭിച്ചത്. ഇനി ഇത് ഇന്ന് മുതൽ ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. ഉപയോഗിച്ച് ഇത് എത്രത്തോളം എനിക്ക് യൂസ്ഫുൾ ആയി എന്നത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.